ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മളെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കായിട്ടുള്ള പഞ്ചവത്സര പദ്ധതി ഉണ്ടല്ലോ, ആ ഒരു ഭാഗം കുറച്ച് നമ്മളിന്ന് മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ അറ്റൻഡ് ചെയ്തിട്ട് മാർക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി ബുദ്ധിമുട്ടായവർ കമൻറ്റ് ചെയ്യണ്ട കേട്ടോ. ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോകാം കേട്ടോ ഇഷ്ടമാണെങ്കിൽ ക്ലാസ്. അപ്പം നേരെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടന്നാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏത് ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്, ശ്രദ്ധിക്കണേ. 2ാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക വികസനം, 8ാം പഞ്ചവത്സര പദ്ധതി മാനവശേഷി വികസനം, 12ാം പഞ്ചവത്സര പദ്ധതി സുസ്ഥിര വികസനം, 7ാം പഞ്ചവത്സര പദ്ധതി ആധുനികവൽക്കരണം. ലക്ഷ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചിട്ട് ചെയ്തേ. ഓപ്ഷൻ സി എല്ലാം ശരിയാണ് കേട്ടോ. 1, 2, 3, 4 ശരിയാണ്. നമുക്കിതെല്ലാം പഠിക്കണം, അതുകൊണ്ടാണ് എല്ലാം ശരി എന്നുള്ള ഓപ്ഷൻ കൊടുത്തത് കേട്ടോ. 2ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? വ്യാവസായിക വികസനം. 8ാം പഞ്ചവത്സര പദ്ധതി മാനവശേഷി വികസനം, 12ാം പഞ്ചവത്സര പദ്ധതി സുസ്ഥിര വികസനം, 7ാം പഞ്ചവത്സര പദ്ധതി ആധുനികവൽക്കരണം. പഠിച്ചിട്ട് പോവാം കേട്ടോ. 2 വ്യാവസായിക വികസനം, 8 മാനവശേഷി വികസനം, 12 സുസ്ഥിര വികസനം, 7ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ആധുനികവൽക്കരണം. 5ാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് ആര്? 5ാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് ആര്? ഓപ്ഷൻ സി DP ധർ ആണ്. 5ാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് ആരാണ്? DP ധർ. ഇന്ത്യയിൽ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്? ഇന്ത്യയിൽ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്? ഓപ്ഷൻ സി 4ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത്. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഏത്? ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഏത്? ഓപ്ഷൻ എ 3ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നത് കേട്ടോ. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 3ാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? ഓപ്ഷൻ ബി 1ാം പഞ്ചവത്സര പദ്ധതിയാണ് എങ്ങനെ അറിയപ്പെടുന്നത്? കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത്. അപ്പോൾ കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 1ാം പഞ്ചവത്സര പദ്ധതിയാണ്. മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെൻറ് 1978-80 കാലഘട്ടത്തിൽ അവതരിപ്പിച്ച ആശയം ഏത്? മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെൻറ് 1978-80 കേട്ടോ കാലഘട്ടത്തിൽ അവതരിപ്പിച്ച ആശയം ഏതാണ്? പ്ലാൻ ഹോളിഡേ, വാർഷിക പദ്ധതി, പുത്തൻ സാമ്പത്തിക നയം, റോളിംഗ് പ്ലാൻ. ഏതാണ്? ഓപ്ഷൻ ഡി റോളിംഗ് പ്ലാൻ ആണ് കേട്ടോ. വർഷം ഓർത്തിരിക്കുക, 1978-80 കാലയളവിലാണ് കേട്ടോ റോളിംഗ് പ്ലാൻ നടക്കുന്നത്. അപ്പോൾ പ്ലാൻ ഹോളിഡേ വർഷം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നൊക്കെയാണ് ഏതാണ്? 1966-69 കേട്ടോ. 1966-69 3ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് എന്ത് നടക്കുന്നത്? പ്ലാൻ ഹോളിഡേ നടക്കുന്നത് കേട്ടോ. 66-69 കേട്ടോ. 3ാം പഞ്ചവത്സര പദ്ധതി എന്താണ്? പരാജയത്തെ തുടർന്നാണ് പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിക്കുന്നത്. 1966-69 കേട്ടോ. വാർഷിക പദ്ധതിയോ? വാർഷിക പദ്ധതി 1990 1992 കേട്ടോ. 7ാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ കേട്ടോ. 7ാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ എന്ത് നടക്കുന്നു? വാർഷിക പദ്ധതി 1990 മുതൽ 92 വരെയാണ് വാർഷിക പദ്ധതി നടക്കുന്നത് കേട്ടോ. റോളിംഗ് പ്ലാൻ അറിയാലോ, 78-80 കാലയളവിലാണ് നടക്കുന്നത്. 5ാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തെ തുടർന്ന് മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെൻറ് എന്ത് ചെയ്തു? അവരാണ് 5ാം പഞ്ചവത്സര പദ്ധതി പരാജയത്തെ തുടർന്ന് അധികാരത്തിൽ വന്നതാണ് മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെൻറ്. അവരാണ് 78-80 എന്ത് ആശയമാണ് കൊണ്ടുവന്നത്? റോളിംഗ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതിയാണ് അവതരിപ്പിച്ചത്. ഓർത്തിരിക്കട്ടോ, ഈ 3ൻ്റെയും വർഷം ഓർത്തിരിക്കണേ. കേരള മോഡൽ വികസന പദ്ധതി നടപ്പിലാക്കപ്പെട്ടത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? കേരള മോഡൽ വികസന പദ്ധതി. ഓപ്ഷൻ സി 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേട്ടോ. കേരള മോഡൽ വികസന പദ്ധതി എന്നാണ്? 10ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. കേരള മോഡൽ വികസന പദ്ധതി 10ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. മറന്നു പോകരുത്. താഴെ പറയുന്നവയിൽ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? സുസ്ഥിര വികസനം, ത്വരിതഗതിയിലുള്ള വളർച്ച, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച, ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ് കേട്ടോ. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്.
സുസ്ഥിര വികസനവും ത്വരിതഗതിയിലുള്ള വളർച്ച, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച എന്തിൻ്റെയാണ്? 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ് കേട്ടോ. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ് സുസ്ഥിര വികസനം, ത്വരിതഗതിയിലുള്ള വളർച്ച, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച. ഓർത്തിരിക്കണം, ഇത് മൂന്നും ഇതേതാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും. ഇന്ദിരാഗാന്ധിയുടെ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ദിരാഗാന്ധിയുടെ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ 5ാം പഞ്ചവത്സര പദ്ധതിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഗരീബി ഹട്ടാവോ 5ാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആധുനിക ഭാരതത്തിലെ ക്ഷേത്രങ്ങളാണ് അണക്കെട്ടുകൾ എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ആധുനിക ഭാരതത്തിലെ ക്ഷേത്രങ്ങളാണ് അണക്കെട്ടുകൾ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. കിട്ടുന്നുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും? 1ാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി ആരാണ്? ഓപ്ഷൻ എ KN രാജാണ്. താഴെ പറയുന്നതിൽ തെറ്റായ ജോഡി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1ാം പഞ്ചവത്സര പദ്ധതി ഹരോൾഡ് ഡോമർ മോഡൽ, 2ാം പഞ്ചവത്സര പദ്ധതി മഹലനോബിസ് മാതൃക, 4ാം പഞ്ചവത്സര പദ്ധതി ഗാഡ്ഗിൽ മോഡൽ, 9ാം പഞ്ചവത്സര പദ്ധതി ജനകീയ പദ്ധതി. ജനകീയ പദ്ധതി ഏതാണ് തെറ്റ്? വേഗം കണ്ടെത്തൂ. ഓപ്ഷൻ സി 1, 2, 3, 4 എല്ലാം ശരിയാണ് കേട്ടോ. അതിൽ തെറ്റായിട്ടുള്ള ജോഡി ഇല്ല കേട്ടോ. 1ാം പഞ്ചവത്സര പദ്ധതി ഹരോൾഡ് ഡോമറാണ്, 2ാം പഞ്ചവത്സര പദ്ധതി മഹലനോബിസ് മാതൃകയാണ്, 4ാം പഞ്ചവത്സര പദ്ധതി ഗാഡ്ഗിൽ മോഡലാണ്, 9ാം പഞ്ചവത്സര പദ്ധതി ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നു കേട്ടോ. ഇത് 4 പഠിച്ചിട്ട് പോവുക കേട്ടോ. 1 ഹരോൾഡ് ഡോമർ, 2 മഹലനോബിസ്, 4 ഗാഡ്ഗിൽ, 9 ജനകീയ പദ്ധതി. ആധാർ പദ്ധതി, ആം ആദ്മി ബീമാ യോജന എന്നിവ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി. ആധാർ പദ്ധതി, ആം ആദ്മി ബീമാ യോജന എന്നിവ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏത്? ഓപ്ഷൻ ഡി 11ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആധാർ പദ്ധതിയും ആം ആദ്മി ബീമാ യോജന എന്നിവയും നടപ്പിലാക്കുന്നത് കേട്ടോ. 11ാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഓപ്ഷൻ ഡി USSR റഷ്യയിൽ നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. 2ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മാണാനുമതി ലഭിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലകളിൽ പെടാത്തത് ഏത്? 2ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മാണാനുമതി ലഭിച്ച ഇരുമ്പുരുക്ക് ശാലകളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി ബൊക്കാറോ. ദുർഗാപൂര്, ഭിലായി, റൂർക്കേല എന്നിവ എന്താണ്? 2ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മാണാനുമതി ലഭിച്ച ഇരുമ്പുരുക്ക് ശാലകളാണ് കേട്ടോ. ദുർഗാപൂര്, ഭിലായി, റൂർക്കേല. ഇന്ത്യക്ക് വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ വൻ പുരോഗതി കൈവരിക്കാൻ സാധിച്ച പഞ്ചവത്സര പദ്ധതി ഏത്? ഇന്ത്യക്ക് വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ വൻ പുരോഗതി കൈവരിക്കാൻ സാധിച്ച പഞ്ചവത്സര പദ്ധതി ഏത്? ഓപ്ഷൻ ബി ആണ്. 7ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്? വാർത്താവിനിമയ ഗതാഗത മേഖലകളിലും ഒക്കെ എന്ത് ചെയ്യുന്നത്? വൻ പുരോഗതി കൈവരിക്കുന്നത് കേട്ടോ. 7ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഓപ്ഷൻ ഡി 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാകുന്നത്. ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത്. ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ സി ആസൂത്രണ കമ്മീഷനാണ് കേട്ടോ ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത്. വേറെ എങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട് ഓർമ്മയുണ്ടോ? സൂപ്പർ ക്യാബിനറ്റ്, ഇതൊക്കെ ഓർത്തിരിക്കണേ. സൂപ്പർ ക്യാബിനറ്റ്, അതുപോലെ തന്നെ ഫിഫ്ത്ത് വീൽ ഓഫ് ദി കോച്ച്, അതുപോലെ തന്നെ പാരലൽ ക്യാബിനറ്റ്, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ആസൂത്രണ കമ്മീഷനാണ് കേട്ടോ. ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല് സൂപ്പർ ക്യാബിനറ്റ്, ഫിഫ്ത്ത് വീൽ ഓഫ് ദി കോച്ച്, പാരലൽ ക്യാബിനറ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏതാണ്? ആസൂത്രണ കമ്മീഷനാണ്. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആര്? ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ എ ഗുൽസാരിലാൽ നന്ദയാണ് കേട്ടോ. പഠിച്ചിട്ട് തന്നെ പോണേ, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? ഗുൽസാരിലാൽ നന്ദ. ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ കേട്ടോ. എങ്കിൽ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്?
ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ജവഹർലാൽ നെഹ്റു ആണ് ആദ്യത്തെ അധ്യക്ഷൻ. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അവസാനത്തെ അധ്യക്ഷൻ ആരാണ്? നരേന്ദ്രമോദിയാണ്. അവസാനത്തെ ഉപാധ്യക്ഷൻ ചോദിക്കാറുണ്ട്. അവസാനത്തെ ഉപാധ്യക്ഷൻ ആരാണ്? ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. എന്നാൽ പഠിച്ചോ, ആസൂത്രണ കമ്മീഷൻ്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ ആരാണ്? അത് മൊണ്ടേക് സിംഗ് അലുവാലിയാണ് കേട്ടോ. മൊണ്ടേക് സിംഗ് അലുവാലിയാണ് നമ്മുടെ ആസൂത്രണ കമ്മീഷൻ്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ. ആദ്യത്തേത് ഗുൽസാരിലാൽ നന്ദ, അവസാനത്തേത് മൊണ്ടേക് സിംഗ് അലുവാലിയ. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു, അവസാനത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദി. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നതെന്ന്? 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത്. 1950 മാർച്ച് 15. നീതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്നതെന്ന്? 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത് കേട്ടോ. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വരുന്നത് കേട്ടോ. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണേ. ഈ നീതി ആയോഗ് എന്തിന് പകരം വന്നതാണ് ഇന്ത്യയിൽ? ഏത് ഭരണ സംവിധാനത്തിന് പകരം വന്നതാണ് ചോദിക്കാറുണ്ട് കേട്ടോ. ആസൂത്രണത്തിന് വേണ്ടിയിട്ട് ഏതിന് പകരം വന്നതാണ്? പ്ലാനിംഗ് കമ്മീഷന് പകരം വന്നതാണ് കേട്ടോ. പ്ലാനിംഗ് കമ്മിക്ക് പകരം വന്നതാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. നമ്മുടെ ആസൂത്രണത്തിന് വേണ്ടിയിട്ട് പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഏതാണ്? 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗാണ് കേട്ടോ. ഓർത്തിരിക്കണേ. നമ്മുടെ നീതി ആയോഗിലെ അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ, CEO സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? അത് നരേന്ദ്രമോദിയാണ് അല്ലേ. ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? നരേന്ദ്രമോദിയാണ്. നീതി ആയോഗിൻ്റെ പ്രഥമ അധ്യക്ഷൻ ആരാണ്? നരേന്ദ്രമോദിയാണ്. എന്നാൽ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? ആദ്യത്തെ ഉപാധ്യക്ഷൻ ചോദിക്കാറുണ്ട്. ആദ്യത്തെ ഉപാധ്യക്ഷൻ നീതി ആയോഗിൻ്റെ ആരാണ്? അരവിന്ദ് പനഗരിയാണ് കേട്ടോ. അരവിന്ദ് പനഗരിയാണ് നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും, അതറിയാമല്ലോ അല്ലേ. അതുകൊണ്ടാണ് പ്രഥമ ആര് വന്നത്? നരേന്ദ്രമോദി വന്നത്. എങ്കിൽ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗരിയാണ് കേട്ടോ. പ്രഥമ ഉപാധ്യക്ഷൻ, നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗരിയ. അങ്ങനെയാണെങ്കിൽ നിലവിലെ ഉപാധ്യക്ഷൻ ആരാണ്? നീതി ആയോഗിൻ്റെ നിലവിലെ ഉപാധ്യക്ഷൻ ആരാണ്? അശോക് കുമാർ ലാഹിരിയാണ് കേട്ടോ. അശോക് കുമാർ ലാഹിരിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. അശോക് കുമാർ ലാഹിരിയാണ് കേട്ടോ. നീതി ആയോഗിൻ്റെ നിലവിലെ ഉപാധ്യക്ഷനാണ് അശോക് കുമാർ ലാഹിരി. എഴുതി വെക്കണേ. ഇനി നീതി ആയോഗിൻ്റെ ആദ്യത്തെ CEO ആരാണ്? ആദ്യത്തെ CEO ആരാണ് നീതി ആയോഗിൻ്റെ? അത് സിന്ധുശ്രീ ഗുള്ളറാണ് കേട്ടോ. നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? അതിനാണ് ഞാൻ സമയം വെക്കുന്നത്. സിന്ധുശ്രീ ഗുള്ളറാണ് കേട്ടോ. സിന്ധുശ്രീ ഗുള്ളറാണ് ആദ്യത്തെ CEO എന്ന് പറയുന്നത്. എന്നാൽ നിലവിലെ CEO ആരാണ്? നിലവിലെ CEO ആരാണ്? കറണ്ട് CEO ആരാണ്? അത് BVR സുബ്രഹ്മണ്യാണ് കേട്ടോ. BVR സുബ്രഹ്മണ്യാണ് കേട്ടോ. നിലവിലെ നീതി ആയോഗിൻ്റെ CEO എന്ന് പറയുന്നത് ആരാണ്? BVR സുബ്രഹ്മണ്യമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും പോയിന്റ് ഇവിടെ നിന്ന് ഓർത്തിരിക്കണേ. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് M വിശ്വേശ്വരയ്യയാണ് കേട്ടോ. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ആരാണ്? M വിശ്വേശ്വരയ്യയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടൊരു ബുക്കാണ് പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്നുള്ളത് കേട്ടോ. പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്നുള്ള കൃതി ആരുടെയാണ്? M വിശ്വേശ്വരയ്യയുടെയാണ് കേട്ടോ. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ആരാണ്? M വിശ്വേശ്വരയ്യ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ ഡി ആണ്. ബോംബെ പദ്ധതി KC നിയോഗി അല്ല. ബോംബെ പദ്ധതി ആരാണ്? അർദേശിർ ദലാലാണ്. അർദേശിർ ദലാലാണ് ബോംബെ പദ്ധതിയിൽ രൂപം കൊടുത്തത് ആരാണ്? അർദേശിർ ദലാലാണ്. ബാക്കി ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം ആരുടെ തന്നെയാണ്? ഗാന്ധിജിയുടെയാണ് അല്ലേ. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന നമ്മുടെ ഗാന്ധിജിയുടെ ഒരു ആശയമാണ് ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്നത്. അത് ഗാന്ധിജിയുടെ അല്ലേ. ഗാന്ധിയൻ പദ്ധതി SN അഗർവാൾ. ഗാന്ധിയൻ പദ്ധതി ആരുടെയാണ്? SN. ഈ ആശയം ആരുടെയാണ്? SN അഗർവാൾ. ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയം കൊണ്ടുവന്നതാരാണ്? JC കുമരപ്പ.
ബോംബെ പദ്ധതി ആരുടെയാണ്? അർദേശർ ദലാലിൻ്റെയാണ് കേട്ടോ. അർദേശർ ദലാലിൻ്റെയാണ് ബോംബെ പദ്ധതി. നമുക്കൊന്നും കൂടെ നോക്കാം. ട്രസ്റ്റിഷിപ്പ് ഗാന്ധിജി ശരിയാണ്. ഗാന്ധിയൻ പദ്ധതി SN അഗർവാൾ. വർഷം കൂടെ ഓർത്തിരിക്കണേ, 1944 കേട്ടോ. ഗാന്ധിയൻ പദ്ധതി വർഷം എന്നാണ് 1944. ഇനി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയം ആരാണ് കൊണ്ടുവന്നിരിക്കുന്നത്? JC കുമരപ്പയാണ് കേട്ടോ. JC കുമരപ്പയാണ്. നമ്മുടെ ട്രസ്റ്റിഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. നമ്മുടെ ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങളൊക്കെ വിശദീകരിച്ചൊരു പുസ്തകമുണ്ട്. അതേതാണെന്ന് ചോദിക്കാറുണ്ട്. അതേതാണെന്ന് അറിയോ? ഹിന്ദ് സ്വരാജാണ് കേട്ടോ. ഹിന്ദ് സ്വരാജാണ്. വന്നിട്ടുണ്ട് പ്രിലിംസിനൊക്കെ മുന്നേ ചോദിച്ചിട്ടുണ്ട്. ഗാന്ധിജി തൻ്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുള്ള ഒരു പുസ്തകം ഏതാണത്? ഹിന്ദ് സ്വരാജാണ് കേട്ടോ. ഹിന്ദ് സ്വരാജാണ്. ഇവിടെ അതും കൂടെ ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒന്നും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വ്യാവസായിക നയം പ്രഖ്യാപിച്ചത് എന്നാണ് 1948 ഏപ്രിൽ 6-നാണ് കേട്ടോ. 1948 ഏപ്രിൽ 6-നാണ് ഇന്ത്യയിലെ ആദ്യത്തെ വ്യാവസായിക നയം പ്രഖ്യാപിക്കുന്നത് കേട്ടോ. 48 വർഷം ഓർത്തിരിക്കുക. വ്യാവസായിക നയം എന്നാണ് 1948. നമ്മുടെ ബോംബെ പദ്ധതി പറയുന്ന സമയത്ത് നമ്മൾ ഒരാളെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ബോംബെ പ്ലാനിന് പിന്നിൽ പ്രവർത്തിച്ചൊരു മലയാളിയുണ്ട്. അദ്ദേഹത്തെ അറിഞ്ഞിരിക്കണം. അതാരാണ്? ജോൺ മത്തായി ആണ്. ജോൺ മത്തായി. ബോംബെ പ്ലാനിന് പിന്നിൽ പ്രവർത്തിച്ച മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? ജോൺ മത്തായിയാണ്. നമ്മുടെ ഈ ആസൂത്രണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇന്ത്യയിൽ കുറേ പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ബോംബെ പദ്ധതി എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ പിന്നിലുണ്ടായിരുന്നൊരു മലയാളിയാണ് ജോൺ മത്തായി എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ ജസ്റ്റ് ഒന്ന് ഇവിടെ ഓർത്തിരിക്കുക. സ്വാതന്ത്ര്യത്തിൻ്റെ 50-ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതി. ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ 50-ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതി. ഓപ്ഷൻ സി 9 കേട്ടോ. ഓപ്ഷൻ സി 9-ാം പഞ്ചവത്സര പദ്ധതിയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ 50-ാം വാർഷികത്തിൽ 50 കേട്ടോ. 50-ാം വാർഷികത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? 9-ാം പഞ്ചവത്സര പദ്ധതി. കുടുംബശ്രീ ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? കുടുംബശ്രീ ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഓപ്ഷൻ ഡി 9-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കുടുംബശ്രീ ആരംഭിക്കുന്നത് കേട്ടോ. കുടുംബശ്രീ ആരംഭിക്കുന്നതെന്നാണ് 9-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങ് നോക്കാവേ. നിങ്ങൾക്ക് കിട്ടുമോ നോക്കണേ. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി 1950-ൽ നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ പുതിയ രൂപം. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി 1950-ൽ നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ പുതിയ രൂപം ഏതാണ്? നീതി ആയോഗാണ് കേട്ടോ. നീതി ആയോഗാണ്. 1950 മാർച്ച് 15-ന് നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? 1950 മാർച്ച് 15-ന് നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ആരാണ്? നമ്മളിപ്പോൾ പറഞ്ഞുള്ളൂ, ഓർമ്മയുണ്ടോ? ഗുൽസാരിലാൽ നന്ദയാണ് കേട്ടോ. 1950 മാർച്ച് 15 നിലവിൽ വന്ന നമ്മുടെ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഏതുതരം സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്? ഓപ്ഷൻ സി മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് കേട്ടോ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്. നമ്മുടെ SCRT ഡയറക്റ്റ് വന്നൊരു ക്വസ്റ്റ്യനാണ്. 1950 മാർച്ച് 15 നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, അത് വീണ്ടും റിപ്പീറ്റ് അടിച്ചിട്ടുണ്ട്. ആസൂത്രണ കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ ആരാണ്? ഗുൽസാരിലാൽ നന്ദയായിരുന്നു. ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? ഇതിനാണ് പ്ലാനിംഗ് കമ്മീഷന് ബദലായിട്ടാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വ്യാവസായിക നയം എന്നാണ് പറഞ്ഞത്? 1948. ശരിയാണല്ലേ. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ജവഹർലാൽ നെഹ്റു. തെറ്റല്ലേ? ആരാണ്? വിശ്വേശ്വരയ്യയാണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവെന്ന് പറയുന്നത്. ആസൂത്രണ കമ്മീഷൻ 1950 ഓഗസ്റ്റ് 15-ന് നിലവിൽ വന്നു. ഓഗസ്റ്റ് 15-നാണോ നിലവിൽ വന്നത്? അല്ല അല്ലേ, മാർച്ച് 15-നാണ് നിലവിൽ വന്നത് അല്ലേ. തെറ്റാണ്. ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 15-നാണ് നിലവിൽ വരുന്നത്. MN റോയി ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ജനകീയ പദ്ധതി. ശരിയാണ് അല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? 1 4 ശരി എന്നുള്ളതാണ് കേട്ടോ. 1 4 ശരി എന്നുള്ളതാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് വ്യാവസായിക നയം 48 ശരിയാണ്. MN റോയി ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ജനകീയ പദ്ധതി. ശരിയാണ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ജവഹർലാൽ നെഹ്റു അല്ല, ആരാണ്? M വിശ്വേശ്വരയ്യയാണ്.
ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 15-നാണ് നിലവിൽ വന്നത്. ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പഞ്ചവത്സര പദ്ധതികളിൽ ഉചിതമായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 5-ാം പഞ്ചവത്സര പദ്ധതി 1974-79 കാലയളവിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം നൽകി. 7-ാം പഞ്ചവത്സര പദ്ധതി 1958-85-90 കാലയളവിൽ ആധുനികവൽക്കരണ തൊഴിലവസരങ്ങളുടെ വർധനവിന് പ്രാധാന്യം നൽകി. 10-ാം പഞ്ചവത്സര പദ്ധതി 2002-2007 കാലയളവിൽ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. 12-ാം പഞ്ചവത്സര പദ്ധതി 2012 മുതൽ 2017 വരെ മാനവശേഷി വികസനത്തിന് ഊന്നൽ നൽകി. ഇതെല്ലാം ഇത് തന്നെയാണ്, ശരിയാണ് അല്ലേ. 5-ാം പഞ്ചവത്സര പദ്ധതി വർഷം 74-79 എന്തായിരുന്നു? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ലക്ഷ്യമായിരുന്നു. 7-ാം പഞ്ചവത്സര പദ്ധതി 85 മുതൽ 1990 വരെ കേരളത്തിൽ എന്താണ്? ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർധനവിനാണ് പ്രാധാന്യം കൊടുത്തത്. 10-ാം പഞ്ചവത്സര പദ്ധതി 2002 മുതൽ 2007 വരെ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. 12-ാം പഞ്ചവത്സര പദ്ധതി 2012 മുതൽ 2017 വരെ എന്താണ്? മാനവശേഷി വികസനത്തിന് ഊന്നൽ നൽകുകയായിരുന്നു ലക്ഷ്യം. അപ്പോൾ ഇത് ഇത്രയും പഠിക്കുക കേട്ടോ. അപ്പോൾ തന്നെ വർഷങ്ങളും പഠിച്ചേക്കണേ. താഴെ പറയുന്നവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യമല്ലാത്തത് ഏത്? ജൈവ കൃഷി രീതി ഉപയോഗിച്ച് കാർഷികോൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുക, വർദ്ധിപ്പിക്കുക. തെറ്റാണ് അല്ലേ. വ്യവസായ മേഖലയിലെ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, മധ്യവർഗത്തെ ഉപയോഗിച്ച് സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടുക, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയാണ് എന്തായിട്ട് വരുന്നത്? നമ്മുടെ നീതി ആയോഗിൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത് കേട്ടോ. കൂടെ ഒരു 3 പോയിൻറ്റും കൂടെ ഓർത്തിരിക്കണേ. നമ്മുടെ ഈ ജൈവ കൃഷി ഉപയോഗിച്ചിട്ട് കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഇവിടെ ഇല്ല കേട്ടോ. അത് നീതി ആയോഗിൻ്റെ ലക്ഷ്യമല്ല. പഠിക്കുന്ന സമയത്ത് കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക, അതൊരു ലക്ഷ്യമാണ് കേട്ടോ. കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ, അതായത് പല സാധനങ്ങൾ എന്താണ് കൃഷി ചെയ്തിട്ട് അങ്ങനെയുള്ളൊരു ഉൽപ്പാദനത്തിലൂടെ, പല സാധനങ്ങളുടെ ഉൽപ്പാദനത്തിലൂടെ എന്താണ് പുരോഗതിയിലേക്ക് എത്തിക്കുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കിയിട്ട് മാറ്റുക. പുതിയ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്തിട്ട് നഗരങ്ങളെ എന്ത് ചെയ്യുക? സേഫായിട്ടുള്ള ആവാസ കേന്ദ്രങ്ങളാക്കിയിട്ട് മാറ്റുക. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ എന്താണ്? രാജ്യത്തെ പ്രാപ്തമാക്കുക. ഇത് 3 എന്ത് തന്നെയാണ്? നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളാണ് കേട്ടോ. ഇത് 3 കൂടെ എഴുതിയിട്ട് വെച്ചിട്ട് പഠിക്കുക കേട്ടോ. ചോദിക്കാറുണ്ട്, നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ്? വ്യാവസായിക മേഖലയിലെ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, മധ്യവർഗത്തെ ഉപയോഗിച്ച് സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടുക, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക. കൂടാതെ നമ്മുടെ കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ എന്ത് ചെയ്യുക? സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കിയിട്ട് മാറ്റുക. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ എന്ത് ചെയ്യുക? രാജ്യത്തെ പ്രാപ്തമാക്കുക. ഇത്രയുമാണ് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇവിടെ ചോദിക്കാറുണ്ട്, നമ്മുടെ നീതി ആയോഗിലെ ഭരണസമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. ആരൊക്കെയാണ്? പറയാം, കേട്ടിരിക്കുക കേട്ടോ. എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ, പിന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനൻറ്റ് ഗവർണർമാർ, പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷൻ, സ്ഥിരമായിട്ടുള്ള അംഗങ്ങൾ, 5 അനൗദ്യോഗിക അംഗങ്ങൾ. അതൊരു വട്ടം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എത്ര അനൗദ്യോഗിക അംഗങ്ങളാണ് ഉണ്ടാവുക? 5 അനൗദ്യോഗിക അംഗങ്ങളാണ് ഉണ്ടാവുക. കൂടാതെ സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ടായിരിക്കും, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും പേരാണ് നീതി ആയോഗിലെ ഭരണസമിതിയിലെ അംഗങ്ങളായിട്ട് പറയുന്നത് കേട്ടോ. ഒന്നും കൂടെ പറയാം. എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുണ്ടായിരിക്കും. മുഖ്യമന്ത്രിമാർ കേന്ദ്രഭരണ പ്രദേശങ്ങളിലുണ്ടല്ലോ, അവിടെ എങ്ങനെയാണ്? ലഫ്റ്റനൻറ്റ് ഗവർണർമാരാണ്. അപ്പോൾ അവരും വേണം. പിന്നെ പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഒരു ഉപാധ്യക്ഷനും ഉണ്ടായിരിക്കണം. പിന്നെ സ്ഥിര അംഗങ്ങളായിട്ട് കുറച്ച് പേരുണ്ടായിരിക്കും. പിന്നെ 5 അനൗദ്യോഗിക അംഗങ്ങളുണ്ടായിരിക്കും. പിന്നെന്താണ്? ഒരു സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ടായിരിക്കും, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഉണ്ടായിരിക്കും. അങ്ങനെ ഇത്രയും പേരാണ് ഈ ഭരണസമിതിയിലെ അംഗങ്ങളായിട്ട് പറയുന്നത് കേട്ടോ. ഒന്ന് ഓർത്തിരിക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായതാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. തെറ്റായത്: ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം 4-ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഫസ്റ്റ് തന്നെ കിട്ടിയില്ല ആൻസർ. 5-ാം പഞ്ചവത്സര പദ്ധതിയുമായിട്ടാണ് ഗരീബി ഹട്ടാവോ ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് തെറ്റ്. ആൻസർ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ കേട്ടോ. ഇനി നമുക്ക് ശരിയായിട്ടുള്ളത് നോക്കിയാലോ. 2-ാം പഞ്ചവത്സര പദ്ധതി മഹലനോബിസ് എന്നറിയപ്പെടുന്നു.
66 69 എന്താണ്? പ്ലാൻ ഹോളിഡേ ആണ്. 78 ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പാക്കി. 78 80 എന്താണ്? റോളിംഗ് പ്ലാനാണ്. 66 69 പ്ലാൻ ഹോളിഡേ ആണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി മഹലനോബിസ് മാതൃക അനുസരിച്ചിട്ടാണ് നടപ്പിലാക്കിയത്. ഗരീബി ഹട്ടാവോ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയത് ആരാണ്? ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയത് ആരാണ്? ആരാണ് ജനകീയ പദ്ധതി? MN റോയിയാണ്. ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയത് ആരാണ്? MN റോയിയാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് PYQ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന്. കാലയളവ് പഠിക്കണം, അതുപോലെ തന്നെ ഏത് മോഡലാണെന്ന് പഠിക്കണം, പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇത്രയും നമ്മൾ എന്ത് ചെയ്യുക പഞ്ചവത്സര പദ്ധതിയിൽ നിന്ന് പഠിച്ചിരിക്കണം. ഡോക്ടർ പ്രിലിംസിന് പഞ്ചവത്സര പദ്ധതി ചോദിക്കാറുണ്ട്, ബേസ് ആയതുകൊണ്ടേ ചോദിക്കാറുണ്ട്. നമ്മുടെ സിലബസിലും ഉണ്ടല്ലോ, എടുത്തു കൊടുത്തിട്ടുണ്ടല്ലോ പഞ്ചവത്സര പദ്ധതികൾ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ റെഫർ ചെയ്യുന്ന എന്തിലാണെന്ന് വെച്ചാൽ ഈ ക്ലാസ് കേട്ടതിന് ശേഷം അതും കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതും കൂടെ ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം പോയിൻറ്റുകളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു ക്ലാസ്സിൽ കാണാവേ. താങ്ക്